ഇതൊക്കെ തെമ്മാടിത്തരങ്ങളാണ് ഈ ഒരു ആരും ചോദിക്കാനില്ലാത്ത ഈ വകുപ്പിൻ്റെ തലയിൽ നടന്നുകൊണ്ടിരുന്നതെന്ന് പുറത്ത് നിന്ന് പന്നപ്പണി കാണിച്ചാൽ പെട്ടി പാക്ക് ചെയ്തോ. ഏത് പ്രൈവറ്റ് ബസ്സുകാരനും കേരളത്തിൽ സമരം ചെയ്യാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ടോൾ പ്ലാസകളിൽ നടക്കുന്നത് എന്താണെന്നറിയാമോ? ഇപ്പോൾ പാലിയേക്കര ടോൾ പ്ലാസ അവിടെ എന്താ നടക്കുന്നറിയാം? നമ്മളെ വണ്ടി അങ്ങോട്ട് കയറുമ്പം എല്ലാവരും അറിഞ്ഞിരിക്കണം, ബസ് കയറുമ്പം അവിടെ ഇരിക്കുന്ന റഡാറും ഇവിടെ ഇരിക്കുന്ന സെൻസറും രണ്ടും കൂടി ഒന്നിച്ചടിക്കുകയാണ്. അതായത് ഒരു വണ്ടിക്ക് 2 ടോൾ എടുക്കുകയാണ്. KSRTC ഒരു വണ്ടി ഇതിനകത്തോട് കയറുമ്പോൾ ഇവിടെ സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവർ മനസ്സിലാക്കാത്തൊരു സീക്രട്ട് ഉണ്ട്. ഈ വലിയ വണ്ടിയല്ലേ, ഹൈറ്റ് കൂടിയ വണ്ടിയാണ്. അങ്ങോട്ട് കയറുമ്പോൾ മേടി ഒട്ടിച്ചേക്കുന്ന സ്റ്റിക്കറിൽ നിന്ന് അവിടെ നിന്നും അടിക്കും ഇവിടെ നിന്നും അടിക്കും. ഒരേ സമയം 2 അടി. ഏതാണ്ട് 3 കോടി രൂപയാണ് ഈ ടോൾ കമ്പനികൾ KSRTCയെ പറ്റിച്ചെടുത്തിട്ടുള്ളത്. അത് തിരിച്ചു പിടിക്കാനുള്ള നടപടിയിലാണ് നമ്മൾ. അത് കുറേ പൈസ തിരിച്ചു തന്നു, ഇനി തരാനുണ്ട്. അത് തരേണ്ടതാണ്. കാരണം ഈ എന്തൊക്കെ അന്യായമാണ് ഈ ഒരു വകുപ്പിൻ്റെ പുറത്ത് നടക്കുന്നതെന്ന് അറിയണം. എന്തൊക്കെ തെമ്മാടിത്തരങ്ങളാണ് ഈ ഒരു ആരും ചോദിക്കാനില്ലാത്ത ഈ വകുപ്പിൻ്റെ തലയിൽ നടന്നുകൊണ്ടിരുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. ഞാൻ പറഞ്ഞ വാക്കുണ്ട്, ഇപ്പം രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു, ഇനി ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പം രക്ഷപ്പെട്ടാൽ രക്ഷപ്പെടും എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും, ജീവനക്കാർക്കും നാട്ടുകാർക്കും ബോധ്യപ്പെട്ടു. ഇപ്പം ഇത് രക്ഷപ്പെടുത്തണം. അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കണം. ഈ ദുഷിച്ച വാർത്തകൾ പുറത്തു കൊടുത്ത് ഒരു കാര്യം ആലോചിക്കണം. മോഹൻലാൽ വന്ന് നമ്മളെ വണ്ടിയിൽ കയറി, പ്രിയദർശൻ വന്നു. നിങ്ങൾ മനസ്സിലാക്കണം, KSRTC ഏറ്റവും കുറഞ്ഞത് 60 കോടി രൂപയുടെ പരസ്യം നേടിയിട്ടുണ്ട് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ. 60 കോടിയിലധികം രൂപ. കാശ് കൊടുത്താൽ പറ്റുമോ? അതുപോലുള്ള സാംസ്കാരിക നായകന്മാരെയും സൂപ്പർ സ്റ്റാറുകളെയും കൊണ്ടുവന്ന് ഇതിനകത്ത് കയറ്റി ഫോട്ടോ എടുത്ത് നമ്മൾ ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഒരു 60 കോടി രൂപ പത്രത്തിൽ പരസ്യം കൊടുക്കുകയാണെങ്കിൽ 60 കോടി രൂപ കൊടുത്താൽ കിട്ടാത്ത പരസ്യം ഇന്ത്യ ഒട്ടുക്കും ലോകമൊട്ടുക്കും KSRTC കിട്ടി. അതിനിടയിലാണ് പത്തനാപുരത്തുനിന്ന് ചൊറിഞ്ഞുകൊണ്ട് മനോരമയിൽ വാർത്ത കൊടുക്കാൻ കുറച്ച് അലവലാദികൾ. അവരെ അലവലാദികളെന്നല്ല എന്താണ് വിളിക്കേണ്ടത്. പിന്നെ ഈ സ്ത്രീകളെ പറ്റി ഇവിടെ ഇരുന്ന് അനാവശ്യം പറയും, അവരെ ശല്യം ചെയ്താൽ അവന് ഇവിടെ പോകുമെന്ന് പറയാൻ നോക്കില്ല. അതിനകത്ത് ഒരു സംശയം വേണ്ട. ഞാനെപ്പോഴും പറയുകയാണ്, ഞാൻ എൻ്റെ അമ്മയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളാണ്. എൻ്റെ അമ്മയാണ് എൻ്റെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അമ്മ ജീവിച്ചിരിപ്പില്ല, പക്ഷേ സ്ത്രീകളോട് എനിക്ക് ബഹുമാനവും സ്നേഹമുണ്ട്. ഈ ആഫീസിൽ കയറി കിടന്ന് സ്ത്രീകളെ അപമാനിച്ചതിന് അവരെന്നെ വന്ന് പരാതി പറഞ്ഞ് ചില ആളുകളെ ചവിട്ടി കൂട്ടിയാനെറിഞ്ഞാൽ അത് രാഷ്ട്രീയമൊന്നുമില്ല. ചവിട്ടി കൂട്ടി അതൊക്കെ എന്നൊരു മര്യാദ കാണിച്ച് നാട്ടുകാരല്ലയോ എന്ന് വിചാരിച്ച് അടുത്തോട്ട് വിട്ടു. പുറത്ത് നിന്ന് പന്നപ്പണി കാണിച്ചാൽ പെട്ടി പാക്ക് ചെയ്തോ. കാഞ്ഞങ്ങാടെന്നൊരു സ്ഥലമുണ്ട്, അവിടെ ആളില്ലെന്ന് അവിടുത്തെ MLA ഒരു പരാതിയുണ്ട്. അവിടെ ആൾ കുറവാണ്. അപ്പോൾ ആളെ വെച്ച് പരിഹരിക്കും. അവിടെ ചെന്നിട്ട് ബസ്സിൽ കയറി പോകേണ്ടി വരും എന്ന് മാത്രം. അവിടെ ചെന്ന് സൂഹിക്കാമെന്ന് ആരും വരും. ഫ്ലോർ മാനേജറായിട്ടും ഓപ്പറേറ്റിംഗ് ഇൻസ്പെക്ടറായിട്ടൊന്നും ഇരിക്കാമെന്നാരും പറഞ്ഞ് പോകണ്ട. അവിടെ ചെന്നാൽ ബസ്സിൽ കയറി പോകേണ്ടി വരും, ടിക്കറ്റ് കൊടുക്കേണ്ടി വരും. ഈ കുറേ ആൾക്കാർ, നിങ്ങൾ ജീവനക്കാരനെ ശ്രദ്ധ, കുറേ ആളുകൾ ടിക്കറ്റ് കൊടുക്കാനും കഷ്ടപ്പെടാനും വെയിൽ കൊള്ളാനും പൊടിയടിക്കാനും വണ്ടി ഓടിക്കാൻ പോകുമ്പോൾ വേറെ കുറേ ആളുകൾ ചുമ്മാതിരിക്കുകയാണ്. ഈ ലൈറ്റ് ഡ്യൂട്ടി സുഖമില്ല എന്ന് പറഞ്ഞ് ലൈറ്റ് ഡ്യൂട്ടി കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിക്കണം, സുഖമില്ല എന്ന് ലൈറ്റ് ഡ്യൂട്ടി കൊടുത്തു. ശരി, ഓക്കെ. ഇന്ത്യ മഹാരാജ്യത്ത് 23,000-ലധികം തൊഴിലാളിയുള്ള ഒരു സ്ഥാപനത്തിൽ ഇത്രയും ആളുകൾക്ക് ലൈറ്റ് ഡ്യൂട്ടി കൊടുത്തേക്കുന്ന ഒരു സ്ഥാപനമില്ല. അങ്ങനെ കൊടുക്കാക്കൂല. പിരിഞ്ഞു പോകാനുള്ള സൗകര്യം ചെയ്യും. ഒരു ജോലിക്ക് ലൈറ്റ് ഡ്യൂട്ടി കൊടുത്തു. ഡോക്ടർ പറഞ്ഞു, ശരി നിങ്ങൾ ടിക്കറ്റ് ആൻഡ് കാശിൽ പോയിട്ട് പൈസ എണ്ണാൻ പറഞ്ഞു. അയ്യോ അതും പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല, വീട്ടിൽ പോയിരുന്നോണം. ഒരു മയം അക്കാര്യത്തിലില്ല. പിരിഞ്ഞു പോകാനുള്ള അവസരം ഒരുക്കുന്നുണ്ട്. തീരെ വയ്യാത്തവർക്ക് പിരിഞ്ഞു പോകാൻ അവസരം ഉണ്ടാക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഇൻഷുറൻസ് കൊണ്ടുവന്നു. ആ ഇൻഷുറൻസ് ഉപകാരപ്രദമാവുകയാണ്. ഒരു വ്യക്തി മരിച്ചിട്ടുണ്ട്, ആ വ്യക്തിക്ക് 1 കോടി രൂപ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആദ്യത്തെ ഇൻഷുറൻസ് തുക കൈമാറാൻ പോവുകയാണ്. അതിൻ്റെ പേപ്പർ വർക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ കുടുംബത്തിന് ആ പറഞ്ഞ ഇൻഷുറൻസിൻ്റെ ആദ്യത്തെ 1 കോടി രൂപ കൈമാറാൻ പോവുകയാണ്. ഞാൻ മന്ത്രിയായി വരുമ്പോൾ പ്രമോദ് ശങ്കറിനെ KSRTCയുടെ CMD ആയി നിയമിക്കുമ്പോൾ 1200-ലധികം വണ്ടി ഒരു ദിവസം ഷെഡിലുണ്ടായിരുന്നു. ഇന്നലത്തെ കണക്കനുസരിച്ച് 400 വണ്ടിയേ ഉള്ളൂ KSRTCയുടെ വർക്ക്ഷോപ്പിനകത്ത് കിടക്കുന്നത്. ബാക്കി മൊത്തം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രൈവറ്റ് ബസ്സുകാർ സമരം ചെയ്യുമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇന്നലെ കണ്ണൂർ TV തുറന്നു നോക്കിയപ്പോൾ കഴിഞ്ഞ് അവിടെ എവിടെ സമരം നടക്കുകയാണ്. ഞാൻ അപ്പം തന്നെ പറഞ്ഞു വണ്ടികളെല്ലാം അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. ഏത് പ്രൈവറ്റ് ബസ്സുകാരനും കേരളത്തിൽ സമരം ചെയ്യാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ്. 500 വണ്ടി ഓടുന്ന സമരം ചെയ്താൽ 600 വണ്ടി KSRTCയുടെ സ്പെയർ ആയിരിപ്പുണ്ട്. ഞാനെടുത്ത് ഓടിക്കും. ഒരു പേടിപ്പിരിവിന് വേണ്ട. ഓടുന്ന വണ്ടി, ഡ്രൈവറും കണ്ടക്ടറും ഉണ്ട്. ഓടുന്ന വണ്ടി 500-600 വണ്ടി നമ്മുടെ കയ്യിൽ റെഡിയായിട്ടിരിപ്പുണ്ട്. ആർക്ക് വേണമെങ്കിലും, ഏത് പ്രൈവറ്റ് ബസ്സുകാരനും എപ്പോൾ വേണമെങ്കിലും സമരം ചെയ്യാം. തലേ ദിവസം ഒന്ന് പറഞ്ഞാൽ മതി. ഇത് ഓടിയെത്താനുള്ള സമയം തന്നാൽ മതി. അവിടം വരെ ഒരു പ്രശ്നമില്ല. ഓടിയെത്താനുള്ള സമയം തന്നാൽ നേരത്തെ നോട്ടീസ് കാരണം. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ വെച്ച് പറഞ്ഞു പ്രൈവറ്റ് ബസ്സുകാരെ സമരം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോയി എൻ്റെ മുമ്പേ. മാധ്യമങ്ങളിൽ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 600 വണ്ടി കയ്യിലിപ്പോൾ ഓടിച്ചേക്കാമെന്ന് പറഞ്ഞു. 600 വണ്ടി കയ്യിലുണ്ടെന്ന് വെറുതെ പറഞ്ഞല്ല. 600 വണ്ടി പണിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയമായിട്ട് വേണം. എനിക്ക് അധികാരമുണ്ടെന്ന് കരുതി ഈ സാധനമെല്ലാം എടുത്തിട്ട് ഓടിച്ച് നശിപ്പിച്ചിട്ട് ഞാൻ പോയാൽ എൻ്റെ പുറകെ വരുന്നവരും അതേ വൃത്തികേട് ആവർത്തിക്കും. അതിനി ഉണ്ടാകരുത് എന്നുള്ളതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ല. എനിക്ക് അതുകൊണ്ട് ഒരു നേട്ടവും വേണ്ട. ഞാൻ ഒരു ഇന്ത്യയിലില്ല, ഞാൻ ചെയ്യത്തില്ല. വണ്ടി ആളുണ്ടോ ഓടിക്കാം. ഞാൻ ATOമാരോട് പറയുന്നു, ഉദ്യോഗസ്ഥരോട് പറയുന്നു, നിങ്ങൾ ജീവനക്കാരോട് പറയുന്നു.
ഞാൻ പറഞ്ഞിട്ടാണെങ്കിൽ ഒരു വണ്ടി ഓടിക്കുന്നു, നട്ടമുണ്ടോ നിങ്ങൾ പറഞ്ഞേച്ചങ്ങ് നിർത്തിക്കോ, ഞാൻ നിങ്ങളെ നിർബന്ധിക്കത്തില്ല. സ്റ്റേറ്റ് വൈഡായിട്ട് പറയുകയാണ്, വണ്ടി കഴുകാതെ പോകരുത്. ഈ വാങ്ങിയ പുതിയ വണ്ടികളെല്ലാം കഴുകി വൃത്തിയാക്കിയിരിക്കണം. വണ്ടി കഴുകാതെ പോയാൽ ADയുടെ പേരിലും നടപടി ഉണ്ടാവും. അതിന് വേറെ താഴോട്ട് ആരാ എന്തുവാന്നൊന്നും ചോദിക്കത്തില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന് പേര് സസ്പെൻഷൻ അടക്കമുള്ള നടപടി ഉണ്ടാവും. നേരിട്ടായിരിക്കും തിരിച്ചെടുക്കുന്നതും ഞാനായിരിക്കും. എടുക്കത്തില്ല തിരിച്ച്, ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. ഉള്ള കാര്യം പറയാമല്ലോ, ആര് പറഞ്ഞാലും കേൾക്കും. ഇതൊക്കെ കാര്യങ്ങൾ ഇത്രയും പണം മുടക്കി സർക്കാർ ഇത്രയും കാര്യമായി ചെയ്തു, ജനങ്ങളത് സ്വീകരിച്ചു, ജീവനക്കാരതിൽ സന്തോഷിക്കുന്നു. എല്ലാം വരുമ്പോൾ ഓണത്തിന് എല്ലാ അലവൻസും തന്ന് സന്തോഷത്തോടെ നിങ്ങളെ ഓണം ആഘോഷിക്കാൻ വിട്ടു. അതുകൂടാതെ ജീവിതത്തിൽ ആദ്യമായി ഒരു ട്രാൻസ്പോ നടത്തി KSRTC ജീവനക്കാർക്ക് ആഹ്ലാദം പങ്കുവയ്ക്കാൻ അവസരം കിട്ടി. എല്ലാവരും ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഒരു സന്തോഷം പങ്കുവയ്ച്ച എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഇതുവരെ KSRTC ഹിസ്റ്ററിയിലുണ്ടോ? അപ്പോഴും ചില ആളുകളെന്താ, ഈ ഡിപ്പോയിൽ നിന്ന് ആരും പോകല്ലേ എന്ന് പറഞ്ഞ് വാട്സാപ്പിൽ മെസ്സേജ് ഇടുക. ഇതൊക്കെ ഒന്നും പണിയൊന്നും കാണിക്കരുത്. എന്താ പറയുക, ഇപ്പോൾ നമുക്ക് രാഷ്ട്രീയം കളിക്കാനോ അണ്ടർഗ്രൗണ്ട് പണി വയ്ക്കാനോ പറ്റിയ സമയമല്ല. വാങ്ങിച്ചു ഈ ബസ്സുകൾ വാങ്ങുമ്പോഴേ ഞാൻ പറയുകയാണ് ഒരു കാര്യം. ATO പറഞ്ഞ കാര്യത്തിൽ ഞാൻ പറയുകയാണ്, ആരാണോ ഇത് കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല. പത്തനാപുരത്തെ ശ്വാസം വിടുന്നവരെ ഞാൻ അറിയുന്നവനാണ്. ഇതാരാണ് മാധ്യമങ്ങൾ കൊടുത്തതെന്ന് കണ്ടുപിടിക്കുന്നവർ, പറഞ്ഞു കൊടുത്തവർ, ഇതിൻ്റെ പുറകെ പ്രവർത്തിച്ചവർ പെട്ടി പാക്ക് ചെയ്തോടുക. കാഞ്ഞങ്ങാട് ഒഴിവുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇന്ന് വൈകിട്ടിന് മുമ്പേ, തിങ്കളാഴ്ച ആക്കൂല, കാഞ്ഞങ്ങാട് പോകാൻ പെട്ടി പാക്ക് ചെയ്തോളുക. ഇവിടുന്ന് ചില ആളുകളെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയത് അവരെ കൊണ്ട് ഈ ഓഫീസിലെ സ്ത്രീകൾക്ക് ശല്യമുണ്ടെന്നുള്ള പരാതി കൊണ്ടാണ്. അത് എനിക്ക് ജെന്യുവനായുള്ള നിലപാടാണ്. അവരാണ് ഇതിൻ്റെ പുറകിലെങ്കിലും ആരാണെങ്കിലും പെട്ടി പാക്ക് ചെയ്തോ എന്ന് പറയും, റെഡി ആയിക്കോ. പിന്നെ ഞാൻ മന്ത്രിയായിരിക്കും തിരിച്ചു വരില്ല എന്നൊരു സംശയമില്ല. എനിക്ക് അതിനകത്ത് ഇപ്പോൾ 2 വോട്ട് പോയാലും കുഴപ്പമില്ല. ഞാൻ നീതിയുടെ കൂടെ നിൽക്കത്തുള്ളൂ. ഒരു ഡ്രൈവറെയും കണ്ടക്ടറെയും വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടി അവർ ഓടിച്ചോളുക. അവരെ സ്വന്തം വണ്ടി പോലെ, എൻ്റെ സ്വന്തം കാറ് പോലെ കൊണ്ടുനടന്നോണം. അതിനകത്ത് എന്ത് അലങ്കാരം വയ്ക്കാം, പാട്ട് വയ്ക്കാം, അതിനകത്ത് TV യിൽ പോണ്ട്, TV യിൽ സിനിമ പാട്ടിട്ട് കാണിക്കാം. അതെല്ലാം അവരെ ഇഷ്ടമാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്. റൈറ്റ് ഇല്ലാത്ത പടമൊന്നും എടുത്തിട്ട് കളയരുത്, പൈറസി പടമൊന്നും എടുത്തിട്ട് കളയരുത്. ബാക്കി പാട്ടിട്ട് കാണിക്കുന്നതിനോ സിനിമാ പാട്ട് കേൾപ്പിക്കുന്നതിനോ ഒരു പ്രശ്നവുമില്ല. അത് അവർ ചെയ്തോളൂ, അവർ ഇഷ്ടത്തിന് ചെയ്തോളൂ. അതിൻ്റെ ഉത്തരവാദിത്തം അവർക്കായിരിക്കും. അവർ കൊണ്ട് നടന്നോണം, അവർ നോക്കിക്കോണം. ഈ വണ്ടിക്കകത്ത്, ചെറിയ വണ്ടിക്കകത്ത്, ഈ മിനി ബസ്സിനകത്ത് വൈഫൈ ഉണ്ട്. ലിങ്ക് ബസ്സിൽ വൈഫൈ വെച്ചിട്ടില്ല. മറ്റ് ബസ്സുകളിലെല്ലാം വൈഫൈ വെച്ചാണ് വരുന്നത്. 1 GB വൈഫൈ ഫ്രീ ആണ് സാധാരണക്കാർക്ക്. അപ്പോൾ അത് ഉപയോഗിക്കാം. അതിൻ്റെ ചാർജറുണ്ട്. ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നശിപ്പിച്ച് കളയാതെ നോക്കുക. എല്ലാ ചാർജറും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇതെല്ലാം ഈ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്രൈവറെയും കണ്ടക്ടറെയും ചുമതലയാണ്. ഇപ്പം നമ്മുടെ കായംകുളത്ത് ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒരു വണ്ടി ഓടിക്കുന്നത് നമ്മൾ മാധ്യമങ്ങളെ കാണാറുണ്ട്. അവരതിനെ ഒരുക്കി അവരെ സ്വന്തം വണ്ടി പോലെ, വീട്ടിലെ സാധനം പോലെ കൊണ്ടു കിടക്കണം. അത് നല്ലൊരു കാര്യമാണ്. അത്തരത്തിലുള്ള ശീലം എല്ലാവരും ഉണ്ടാകണം. കാരണം നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാലേ KSRTC നന്നാവും. KSRTCയിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ KSRTC നെഞ്ചിലേറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ 10 കോടി 1 ലക്ഷം 19 ലക്ഷം രൂപ കിട്ടില്ല. KSRTC ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഒരൊറ്റ പ്രൈവറ്റ് ബസ്സുകാരനുമായിട്ട് ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, പ്രൈവറ്റ് ബസ്സുകാരനായിട്ട് ബലം പ്രയോഗിച്ച് അവനെ അവസാനിപ്പിച്ചിട്ടല്ല നമ്മൾ ജയിക്കാൻ പോകുന്നത്, മത്സരിച്ചാണ് ജയിക്കാൻ പോകുന്നത് പറഞ്ഞു. ഈ ക്രിസ്മസ് ഓണത്ത് കാലത്ത് പ്രൈവറ്റ് ബസ്സുകാരനോട് മത്സരിച്ചല്ലേ ജയിച്ചത്. ഈ അടിപൊളി വണ്ടികൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ആളുകളെ മുഴുവൻ ഇതിനകത്തോട്ട് ആകർഷിച്ച് കയറ്റി. അവൻ വാങ്ങിച്ചതിനേക്കാളും 60% പൈസ നമ്മൾ വാങ്ങിച്ചുള്ളൂ. അവൻ വാങ്ങിച്ച 5000 രൂപ, നമ്മൾ വാങ്ങിച്ച 3000 രൂപ. എന്നിട്ടും നമ്മൾ അടിച്ച് കയറണമെങ്കിൽ നമ്മളെ വണ്ടി കണ്ടാൽ ആരും കയറിപ്പോകും. ഇനി വരുന്നുണ്ട് 2 വോൾവോ സ്ലീപ്പർ ബസ്. അത് കണ്ടാൽ കേരളത്തിലെ ജനങ്ങൾ ഞെട്ടും. ഇന്ത്യയിൽ ആദ്യമായി വോൾവോ ഉണ്ടാക്കുന്ന സ്ലീപ്പർ ബസ്സാണ്. ഒരാൾക്ക് നല്ല 6 അടി പൊക്കത്തി മേലുള്ള ആൾക്ക് നല്ല നിവർന്ന് കിടക്കാൻ പറ്റുന്ന അതിഗംഭീരമായ കട്ടിലുകളും സൗകര്യമായിട്ട് വണ്ടി വരുന്നുണ്ട്. അതൊരു 2 ആഴ്ചയ്ക്കുള്ളിൽ വരും. വന്നാലുടനെ അതിൻ്റെ ഉദ്ഘാടനമുണ്ട്. ഞെട്ടിക്കുന്ന വണ്ടികൾ ഇനി വരും. ഇനി പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് ബസ് വരുന്നുണ്ട്. അതിനെ ഷോർട്ട് ഡിസ്റ്റൻസ് ആക്കിക്കൊണ്ട് എറണാകുളം, തിരുവനന്തപുരം അങ്ങനെ ആക്കിക്കൊണ്ട് വണ്ടി വരും. ഇനി വരാൻ പോകുന്നൊരു വണ്ടി, എൻ്റെ സ്വപ്നത്തിലുള്ള വണ്ടി, അതിന് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചെറിയ വണ്ടി ഒരെണ്ണം വാങ്ങിയിട്ട് ഫ്രണ്ടിൽ പ്ലെയിനിലുള്ളതുപോലെ ബിസിനസ് ക്ലാസ് സീറ്റുകളാണ്. ചാരി കിടക്കാം. അതിനകത്ത് TV ഉണ്ട്. ഓരോ സീറ്റിലും TV ഉണ്ട്, വൈഫൈ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പുറകോട്ട് പോകുമ്പോൾ സാധാരണ ക്ലാസ് സ്ലീപ്പർ പുഷ് ബാക്ക് സീറ്റാണ്. അവിടെ പാട്ടൊക്കെ കേൾക്കാം. പക്ഷേ ഈ ഫ്രണ്ട് സീറ്റിൽ ഹെഡ്ഫോൺ വെച്ച് സിനിമ കാണാനും അതിനകത്ത് സിനിമകൾ ഫീഡ് ചെയ്ത് വയ്ക്കാനും. ഒരു ഫ്ലൈറ്റിനകത്ത് എമിറേറ്റ്സിൻ്റെ വിമാനത്തിൽ ബിസിനസ് ക്ലാസ്സിൽ എന്ത് കിട്ടുമോ അത് KSRTC ബസ്സിൻ്റെ ബിസിനസ് ക്ലാസ്സിൽ കിട്ടും. അങ്ങനെ ഒരു ബസ് എടുത്തിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക്, തിരുവനന്തപുരത്ത് എങ്ങും നിർത്തൂല. നിർത്തുന്നത് പരമാവധി നിർത്തിയാൽ കൊല്ലം ടൗണിൽ നിർത്തും, ബസ് സ്റ്റാൻഡിൽ കയറില്ല. ആലപ്പുഴ നിർത്തും, നേരെ പോകും. ലൈറ്റ്നിങ് പോകുന്ന പോലെ ഒരു ജില്ലയിൽ ഒരു സ്ഥലത്ത്, വന്ദേ ഭാരത് പോകുന്ന പോലെ ഒരു ജില്ലയിൽ ഒരു സ്ഥലത്ത് നിർത്തിക്കൊണ്ട് നേരിട്ട് ഡ്രൈവർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒറ്റ പിടിയിലാണ്. വിട്ടാൽ 3-3.5 മണിക്കൂർ കൊണ്ട്, ഈ റോഡ് പണി നടക്കുന്നതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, 3-3.5 മണിക്കൂർ കൊണ്ട് നമ്മൾ എറണാകുളത്ത് എത്തും. അപ്പോൾ ഒരു കാർ എടുത്ത് ആളിന് പോകേണ്ടതില്ല.